ഹായ് ആൾ, എന്തൊക്കെ എക്സാം ഒക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്തോ? എങ്ങനെയാണ്? പിന്നെ നമ്മുടെ SCRT ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്നുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു നമുക്കിന്ന് പഠിക്കാനുണ്ടായിട്ടുള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ക്ലാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നോ? എന്താണ് മാർക്ക് എത്ര സ്കോർ ചെയ്തു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി? എക്സാം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം എന്നായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഈ ഡേറ്റും വർഷം ഒന്ന് നോട്ട് ചെയ്യണം എന്നുള്ളത്. എന്നായിരുന്നു? 1931 നവംബർ 1-നാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ, ഇതും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. PYQ ആണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AKG അല്ലെങ്കിൽ AK ഗോപാലൻ എന്നൊക്കെ വരും അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കേളപ്പൻ നടത്തി വന്ന ഉപവാസം ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? ആരുടേതായിരുന്നു? ഗാന്ധിജിയാണ് അല്ലെ. ഗാന്ധിജിയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആര്? തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളാണ് അല്ലെ. ശ്രീ ചിത്തിര തിരുനാളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ്? അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ് അല്ലെ. ക്ഷേത്രപ്രവേശന വിളംബരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനി ആരെന്ന് കണ്ടെത്തുക. ആരാണ് പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനി എന്ന് പറയുന്നത്? ആരാണ്? C കേശവനാണ് അല്ലെ. C കേശവൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കൊച്ചി രാജപ്രജാ മണ്ഡലം രൂപീകൃതമായത് എന്നാണ്? ഓക്കെ, ഞാൻ നോട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു. കൊച്ചി രാജപ്രജാ മണ്ഡലം രൂപീകൃതമായത് എന്നാണ്? 1941-ലാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. മലയാളി മെമ്മോറിയലും അതിൻ്റെ ഒപ്പം തന്നെ ഈഴവ മെമ്മോറിയലും ഒക്കെ ഒരു 2 കോളട്ടൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? നമ്മൾ പറഞ്ഞു, ബാരിസ്റ്റർ GP പിള്ളയാണ് അല്ലെ. GP പിള്ള അല്ലെങ്കിൽ ബാരിസ്റ്റർ GP പിള്ള. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട വർഷം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നു? ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ B ആണ് അല്ലെ. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ അല്ലെ. ഓക്കെ, ഇനി ഈഴവ മെമ്മോറിയലുമായി ബന്ധപ്പെട്ട വർഷമോ അതും അതിന്റെ കൂടെ പറഞ്ഞിരുന്നു നമ്മൾ. എന്താണ്? 1896 സെപ്റ്റംബർ 3 എന്നുള്ള കൂടെ ഓർത്തു വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു നമ്മളോട് ചിലപ്പോൾ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓരോ ആളുകളെയും പഠിക്കണം എന്നുള്ളത്. അപ്പോൾ P കൃഷ്ണപിള്ള കൊടുത്തിട്ടുണ്ട്, C കേശവൻ കൊടുത്തിട്ടുണ്ട്, NV ജോസഫ്, PK കുഞ്ഞി. ഓക്കെ, ആരായിരുന്നു? P കൃഷ്ണപിള്ള അല്ലെ. അതങ്ങനെ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. നിവർത്തന പ്രക്ഷോഭം, C കേശവൻ, NV ജോസഫ്, PK കുഞ്ഞി. നമുക്ക് അങ്ങനെ പറഞ്ഞ് നമുക്ക് ആ ആളുകളുടെ പേര് നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഉൾപ്പെടാത്തത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടും പറ്റും. ഓക്കെ, ഇനി നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം എന്നാണ്? നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം എന്ന് പറയുന്നത് 1932-ലാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് അടുത്തത്. ആരാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത്? ആരാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്? അത് പട്ടം താണുപിള്ളയാണ്. ആരാണ്? പട്ടം താണുപിള്ള. ഇനി തിരുക്കൊച്ചി രൂപീകൃതമായത് എന്ന്? 1949 ജൂലൈ 1. ഇതൊക്കെ PYQ ആണ് കേട്ടോ. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താണ് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏരിയകളാണ് ഈ പറഞ്ഞ ഇന്ന് നമ്മൾ ക്ലാസ് എടുത്തതൊക്കെ. എന്താണ് PYQ ഒരുപാട് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്.
ഓക്കെ. ഇനി 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷത ആരാ വഹിച്ചത്? ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലെ? ജവഹർലാൽ നെഹ്റു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1921 അഖില കേരള പ്രവിശ്യ സമ്മേളനം നടന്ന സ്ഥലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഒറ്റപ്പാലമാണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1938 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 1938 നമ്മൾ ആ കോളത്തില് പഠിച്ചത് ഓർമ്മ ഉണ്ടോ? ഇത് ഇനി വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് 1938 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കുഞ്ഞിക്കാവമ്മ. ആരാണ്? സി കുഞ്ഞിക്കാവമ്മ. ഇനി പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം എന്നാണ്? 1946 ഓക്കെ ആണല്ലോ. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരായിരുന്നു? ആരംഭിച്ചത് നമ്മൾ പറഞ്ഞു രാമകൃഷ്ണ പിള്ളയും വക്കം അബ്ദുൽ ഖാദർ മൗലവി, മാറിപ്പോവരുത്. ആരംഭിച്ചത് ആരായിരുന്നു? എഡിറ്റർ ആയിരുന്നു രാമകൃഷ്ണ പിള്ള. എന്നാൽ ആരംഭിച്ചത് ആരാണ്? അതിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കോഴിക്കോട് കടപ്പുറത്ത് നിയമലംഘനം നടത്തിയത് ആരുടെ നേതൃത്വത്തിൽ ആയിരുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആരുടെ നേതൃത്വത്തിലായിരുന്നു? മുഹമ്മദ് അബ്ദുറഹിമാൻ അല്ലെ? മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ലക്ഷ്യ എക്സാം ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നതിൽ. അതിൽ എത്ര മാർക്ക്? ടോട്ടൽ 20 മാർക്കിനായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു എന്നുള്ളതും കൂടെ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ശരി, താങ്ക് യു.